പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി അഭിമാനത്തോടും അതിശയത്തോടും കൂടി നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റേത്. അറേബ്യയിലെ പ്രസിദ്ധമായ ബനു അദിയു ഗോത്രത്തിലെ ഖത്താബിന്റെയും മഖ്സൂം ഗോത്രത്തിലെ ഹന്തമ ദമ്പതികളുടെയും മകനായി മക്കയിൽ ജനിച്ചു. മലഞ്ചെരുവുകളിലും മരുഭൂമിയിലും ആട്ടിൻപറ്റങ്ങളെയും ഒട്ടകങ്ങളെയും തെളിച്ചു നടന്ന പരുക്കനായ ബാലനാണ് ലോകം വിസ്മയം കൊള്ളുന്ന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബായി ചരിത്രത്തിൽ ഉയർന്നു വന്നത്. ചെറുപ്പത്തിൽ തന്നെ അക്ഷരാഭ്യാസം നേടിയിരുന്നു. ആയുധാഭ്യാസവും കുതിരസവാരിയിൽ നൈപുണ്യവും നേടിയിരുന്നു. അറിയപ്പെടുന്ന ഗുസ്തിപിടുത്തക്കാരനുമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ കടുത്ത വിരോധിയായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊടിയ ശത്രുവുമായിരുന്നു. ഖത്താബിന്റെ കഴുത ഇസ്ലാം സ്വീകരിച്ചാലും ഉമർ സ്വീകരിക്കില്ല എന്നായിരുന്നു അന്നത്തെ സംസാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനായി പുറപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ ഖുർആനിന്റെ വചനങ്ങൾ ചെലുത്തിയ സ്വാധീനവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയുമായിരുന്നു ഉമറിന്റെ ഇസ്ലാം സ്വീകരണം. ദാറുൽ അർഖമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് തന്റെ ഇസ്ലാം പരസ്യമായി പ്രഖ്യാപിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം ഖുറൈശി പ്രമുഖരെ ക്ഷീണത്തിലാക്കി. എന്നാൽ മുസ്ലിങ്ങൾക്ക് അത് കൂടുതൽ ശക്തി പകർന്നു. ഫാറൂഖ് എന്ന പരനാമത്തിൽ അദ്ദേഹം അറിയപ്പെട്ടു. രഹസ്യമായി എല്ലാവരും മദീനയിലേക്ക് ഹിജ്റ പോയപ്പോഴും ഖുറൈശികളെ വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യമായാണ് ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ നടത്തിയത്. മദീനയിലെത്തിയ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സർവ്വയുദ്ധങ്ങളിലും പങ്കെടുത്തു. ഇസ്ലാമിന്റെ വഴിയിൽ ഒരാളെയും അദ്ദേഹം ഭയപ്പെട്ടില്ല. ഇസ്ലാമിന്റെ സന്ദേശം എന്നും എവിടെയും പരസ്യമായി പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ശത്രുക്കളുടെ പേടി സ്വപ്നമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. പലതവണ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് ഖുർആൻ തന്നെ അവതരിച്ചിട്ടുണ്ട്. 2ാം ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ട ഉമർ സത്യത്തിന്റെ ഉറഞ്ഞ വാളായി നിലകൊണ്ടു. തന്റെ പ്രജകളുടെ കാര്യത്തിൽ അന്വേഷിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്തിരുന്നു. 20 ഭൗതിക രാജ്യങ്ങളെ ഒന്നിച്ച് ഭരിച്ച ആദ്യത്തെ ഇസ്ലാമിക ചക്രവർത്തിയാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കൊട്ടാരമോ അംഗരക്ഷകരോ ഇല്ലാതെ ജീവിച്ച അദ്ദേഹത്തിന് നല്ലൊരു വീട് പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് ശേഷം ഒരു നബി വരാനില്ല, അങ്ങനെ വരുമായിരുന്നെങ്കിൽ അത് ഉമർ ആയിരുന്നേനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പാതിരാ നേരത്ത് മദീന ഉറങ്ങിക്കിടക്കുമ്പോൾ ഗോതമ്പ് ചാക്കുകെട്ടുകൾ തലയിൽ ചുമന്ന വഴിയോരങ്ങളിൽ പട്ടിണി പാവങ്ങളെ തേടി ഇറങ്ങുമായിരുന്നു ആ മഹാമനുഷ്യൻ. കൂരിരുട്ടിലും ഒട്ടക കുഞ്ഞിനു പോലും വെള്ളമുണ്ടോ എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തിയിരുന്നു. ഹിജ്റ 23 ദുൽഹജ്ജ് മാസം സുബ്ഹ് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കെ അബൂ ലുഅ്ലു എന്ന ജൂതൻ കുത്തി പരിക്കേൽപ്പിക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ നമസ്കാരം പൂർത്തിയാക്കാൻ നേതൃത്വം നൽകി. എനിക്ക് ശേഷം മുസ്ലിംകളുടെ നേതൃത്വം വഹിക്കാൻ ഒരാളെ തിരഞ്ഞെടുക്കാൻ 6 പേരെ ചുമതലപ്പെടുത്തി. ശേഷം അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നത്തെ ദിവസത്തിൽ എത്രയെത്ര എത്തിയ മക്കളാണ് കാത്തിരിക്കുന്നത്, എത്ര വിധവകളാണ് കാത്തിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. കാരണം സ്വകാര്യതയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുമായിരുന്നു ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രം കേൾക്കാനും കൂടുതൽ പഠിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.